ഹായ് ഡിയർ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ സാധ്യത എന്നാണ് നോക്കിയിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ പാസ്റ്റ് എന്താണ്, നിങ്ങളുടെ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയും. അത് നിങ്ങൾക്ക് റെസണേറ്റഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ബാക്കി പ്രഡിക്ഷൻസ്, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് എനർജീസ് റിസീവ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുകൂടി നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ ഡിയർ. പാസ്റ്റിൽ നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ വളരെയധികം സംയമനത്തോടു കൂടി സമീപിച്ച് ആ പ്രശ്നങ്ങളെയൊക്കെയും നിങ്ങൾ തരണം ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. അത്തരത്തിൽ അത്രയും നല്ല ബോൾഡായിട്ട് വന്നൊരു വ്യക്തിക്ക് പിന്നീട് ഈ അടുത്ത കാലത്ത് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. എന്നിട്ട് പോലും നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് വന്നിട്ട് പോലും നിങ്ങൾക്ക് അവിടെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ തിരിച്ചടികളാണ്. വളരെ ഹൈ സ്റ്റാറ്റസിൽ നിന്നൊരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ നനച്ചിരിക്കാത്തൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. ഒരു ഹൈ സ്റ്റാറ്റസിൽ നിന്ന് നിങ്ങളൊരു ലോവർ എനർജിയിലേക്കോ ലോവർ വേർഷനിലേക്കോ ഒക്കെ പോയിട്ടുണ്ടാവണം. നിങ്ങൾക്കിനി ഒരു 3 മാസത്തിനുള്ളിൽ ഒരു വളരെ ഒരു ഹൈ എനർജിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ച തിരിച്ചടികളെ നിങ്ങൾ നേരിടും. നിങ്ങളുടെ ലൈഫിലെ ഏത് സാഹചര്യത്തെയും നിങ്ങൾ അത്രയും ഒരു ആവേശത്തോടു കൂടി നേരിടും എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് എന്താ പറയുക, നിങ്ങളെ ഇമോഷണലി തളർത്തുന്ന കാര്യങ്ങളുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തേക്കെയും തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മുൻപ് ഒരു അനുഭവ സമ്പത്തുണ്ട്, മുൻപ് ചലഞ്ചസ് ഫേസ് ചെയ്ത് അത് കടന്നു വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു സാഹചര്യത്തെയും ഇപ്പോഴുണ്ടായ തിരിച്ചടിയെയും വളരെ എന്താ പറയുക, വളരെ ആർജവത്തോടു കൂടി തന്നെ നേരിടാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ ഒരു വളരെ ഹൈ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി ഒരുപാട് ഹൈ ആകുമ്പോഴും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ, നമ്മുടെ ഹൈ എനർജിയിൽ എടുക്കുന്ന ഡിസിഷൻസ് ചിലപ്പോൾ റോങ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഒരു സമാധാനപരമായിട്ട് വിജയകരമായിട്ട് ഒരു തുടക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരുന്ന രീതിയിൽ ഒരു തുടക്കം സൃഷ്ടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഓക്കെ ഡിയർ. അതായത് നിങ്ങളിപ്പോൾ വളരെ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉയർന്നു വന്നേ മതിയാവൂ. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരു സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും പാതയിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു ഒരു വിജയം നേടണം എന്നൊരാഗ്രഹം തന്നെയാണുള്ളത്. എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, എനിക്കിതിൽ വിജയിക്കണം എന്നൊരാഗ്രഹവുമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടത് എന്ത് കാര്യമാണോ അത് അതിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ആരാണോ, സാഹചര്യം എന്താണോ, അതിനെയൊക്കെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഒരു നിങ്ങൾ വിചാരിച്ചിരിക്കാത്ത രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഡിയർ. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വന്ന ഒരാളാണ്. എന്നിട്ട് വീണ്ടും പ്രശ്നങ്ങളിൽ ഈ അടുത്തും നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി. അവിടെ നിന്ന് നിങ്ങൾ കരകയറി നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് 3 മാസത്തിനുള്ളിൽ. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ, അതായത് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു റോങ് ഇൻഫ്ലുവൻസസ് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ മറ്റ് വ്യക്തികളിൽ അഡിക്റ്റഡ് ആയി പോകുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ റോങ് ആയിട്ടുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നുണ്ടാവാം. ചിലപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ റോങ് അഡിക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാശ് ഇങ്ങനെ ചൂതാട്ടം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കായിരിക്കാം. അതല്ലെങ്കിൽ റോങ് പീപ്പിൾസുമായിട്ട് ഉള്ള ഒരു ലവ് കണക്ഷൻ ആയിരിക്കാം. അതല്ലെങ്കിൽ കൂട്ടുകെട്ടുകളായിരിക്കാം മോശമായിട്ടുള്ള. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു ഞാൻ പാസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെസണേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ കാലയളവിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വ്യക്തികളിൽ നിങ്ങൾ അത്രയും കോൺഷ്യസ് ആയിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൊക്കെയും കോൺഷ്യസ് ആയിരിക്കണം. വളരെ പ്ലാൻഡ് ആയിട്ട് മാത്രം നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെയും 100 വട്ടം ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് കുറേ ഭാരങ്ങളിലേക്കാണ്, കുറേ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയിലേക്കാണ്. അതായത് നിങ്ങൾ ചുമക്കേണ്ട ഭാരങ്ങളല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ ഭാരം കൂടി ചുമക്കുന്ന രീതിയിൽ ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം ഡിവൈൻ നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങളതിൽ അത് ആ ഒരു ഗൈഡൻസ് സ്വീകരിക്കുക. അപ്പോൾ ഇപ്പോഴുള്ള തിരിച്ചടികളൊക്കെയും നിങ്ങൾക്ക് തരണം ചെയ്ത് വരാനുള്ള ഒരു ആർജവമുണ്ട്. ആ ഒരു ആർജവത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് വിജയം നേടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം അതും ഡിവൈൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വെല്ലുവിളിയായിട്ട് ഇങ്ങനെ കുറച്ച് റോങ് അഡിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അത് നിങ്ങളവിടെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, ആ ഒരു വ്യക്തികളെയും സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൂടെ പഠിക്കാനുണ്ടാകാം. എന്നാലും നിങ്ങൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾക്ക് മുൻകൂട്ടി അത് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ കഴിഞ്ഞാൽ ആ ആഘാതം ഒന്ന് കുറയും. നമുക്കവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളുടെ ആഘാതം ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഡിയർ, അപ്പോൾ ഗൈഡൻസ് റിസീവ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്.